എൻ വിജയൻ മരിക്കാൻ നേരത്ത് കുറേ നേതാക്കൾക്കെതിരെ അങ്ങ് നടപടി വരട്ടെ എന്ന് കരുതി പേരെഴുതി പോവില്ലല്ലോ. ഒരാൾ മരണം തിരഞ്ഞെടുക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയാം. ആ മരണം തിരഞ്ഞെടുക്കുമ്പോഴും മറ്റാർക്കും ബാധ്യതയാകാതിരിക്കാൻ ഭിന്നശേഷിക്കാരനായ മകനെ കൂടെ കൂട്ടിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കത്ത് എഴുതി വെക്കുമ്പോഴും 10 ദിവസമെങ്കിലും കാക്കണം, ഒരു നടപടി ഉണ്ടാവുന്നെങ്കിലും ഉണ്ടാകട്ടെ, അതിനുശേഷമേ കത്ത് പുറത്തു വിടാവൂ എന്ന പാർട്ടിയോടുള്ള കരുതലാണ് എൻ വിജയൻ കാണിച്ചത്. ആ കരുതൽ യഥാർത്ഥത്തിൽ പാർട്ടി അദ്ദേഹത്തിനോട് തിരിച്ചു കാണിച്ചു. ഒരിക്കലുമില്ല. കാരണം വിജയൻ വളരെ കൃത്യമായിട്ടും മരിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടും ഈ കത്തൊക്കെ എഴുതി വെച്ചിട്ട് മരിക്കുമ്പോഴും അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് ഈ വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളെല്ലാം പാർട്ടി നേതാക്കന്മാരുടെ അടുത്ത് താൻ ഉദ്ദേശിച്ച കത്തുകൾ താൻ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ എഴുതിയുള്ള കത്തുകൾ അവരുടെ കൈകളിലെത്തണം, അതിനുശേഷം കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്കും ഈ പോലീസിന് മുമ്പിൽ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അത് ഇത്രയും ഭീകരമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ പാർട്ടിയോട് കാണിച്ച ഒരു വലിയ ഒരു ഔദാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. പക്ഷേ ആ വിജയനെ അതേ രൂപത്തിൽ കാണാൻ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എത്ര പേർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2 പേരുടെ പ്രതികരണങ്ങൾ, KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങൾ. KPCC പ്രസിഡന്റ് പറഞ്ഞെന്താണ്, ഈ വിജയൻ്റെ കുടുംബം മുഴുവൻ ഇതൊരു വലിയ ഒരു ബാർഗെയിനിങ് ആയിട്ട് ഏറ്റെടുക്കുന്നു. അവർക്ക് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആജ്ഞാപിക്കുന്നു പറയുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്താൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് പറയുന്നു. ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഈ കത്ത് കിട്ടിയിട്ട് ആ കത്ത് മറ്റു പല ആളുകളുടെയും ബന്ധുക്കളുടെയും മുമ്പാകെ അവരുടെ കൂടി സമീപത്ത് അവരുടെ കൂടി ഒപ്പം ചേർന്നിട്ടാണ് ഇത് കത്ത് ഈ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും കൊടുക്കുന്നത്. വ്യക്തതയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ വളരെ വ്യക്തമായ കത്ത് മരണത്തിന് മുൻപ് നേരത്തെ തന്നെ മരണത്തിലേക്ക് തള്ളിവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് എഴുതിയിട്ടുണ്ട് എൻ വിജയനുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയ കാര്യത്തിൽ മരണമൊഴിയായി പറയുന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് പറയുമ്പോൾ അതിലൊരു മനുഷ്യത്വക്കുറവുണ്ട്. തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള കാര്യം പോട്ടെ, നേരത്തെ കൊടുത്ത കത്തിൻ്റെ കാര്യമൊക്കെ മാറ്റിവെക്കാം. വിജയൻ ഈ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും കൊടുത്ത കത്തിൽ എന്താണ് വ്യക്തതക്കുറവ്? അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ നമ്മളുടെ മുമ്പാകുള്ള കാര്യമാണല്ലോ. വളരെ കൃത്യമായിട്ടും അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. ആ പറയുന്നത് വെച്ചുകൊണ്ട് അത് വെച്ച് നടപടിയിലേക്ക് പോകേണ്ട ആളുകളാണ് ഇവർ 2 പേരും. പ്രതിപക്ഷ നേതാവ് ആണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും ആ രീതിയിൽ പോകേണ്ടവരാണ്. ഒരാൾ പറയുന്നത് എനിക്ക് കത്ത് കിട്ടിയിട്ടേ ഇല്ല, എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, ഭാര്യ പറഞ്ഞു അങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ടെന്നല്ല. കാര്യം നേരിട്ട് കൊടുത്ത കത്തിനെക്കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്, കളവ് പറയുന്നത്. അവിടെ തന്നെ ഉണ്ടാവുന്നു ഈ തരത്തിലുള്ള തട്ടിപ്പിൻ്റെ ഒരു കാര്യങ്ങൾ. വളരെ കൃത്യമായിട്ടും എൻ വിജയൻ പറഞ്ഞ കാര്യം ബാക്കിയുള്ള എൻ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് കാശ് വാങ്ങിയുള്ളത്, സംശയമില്ല. ആ കാശ് വാങ്ങിയതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇപ്പോഴവർ വളരെ കൃത്യമായിട്ടും അത് കൈയൊഴിയുകയാണ്. അത് തീർച്ചയായിട്ടും ശരിയല്ലാത്ത കാര്യമാണ്. ഇത് സാധാരണഗതിയിൽ പാർട്ടി ഭരിക്കുമ്പോൾ അതായത് ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ സാധാരണഗതിയിൽ നടക്കുന്ന പാർട്ടി സഖാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കാറുണ്ട്. അത് രീതി തന്നെയാണ്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ CPM ചെയ്യുമ്പോൾ അതിൽ പാർട്ടി സഖാക്കളുടെ മക്കളിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടി സഖാക്കളിൽ നിന്ന് പണം ഈടാക്കുമെന്ന് തോന്നില്ല. ഇത് അവരിൽ നിന്നും കോഴ വാങ്ങിയിട്ടാണ് നിയമനം കൊടുക്കാതിരിക്കുന്നത്. കൊടുക്കണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പോൾ ആ പണം തിരികെ കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്, അത് ചെയ്തില്ല. അല്ല, ഇനിയിപ്പോൾ അവർ കാശ് വാങ്ങിയിരിക്കുക. അപ്പോൾ CPMൻ്റെ സമയത്താണെങ്കിൽ പോലും അവർ കാശ് വാങ്ങിയിട്ട് അത് നിയമനം കൊടുത്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിയമനം കൊടുത്തില്ല മാത്രമല്ല, തിരിച്ചു കൊടുക്കുന്നുമില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ എൻ വിജയൻ്റെ മരണത്തിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് എൻ വിജയൻ്റെയും മകൻ്റെയും മരണത്തിനേക്കാൾ കുറിച്ച് അപ്പുറത്തെ കാര്യം
കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും കാശ് വാങ്ങിയിട്ട് അവർക്ക് നിയമനം കൊടുക്കാതിരിക്കുകയും ആ കാശ് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഈ ഇപ്പോഴത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ KPCC പ്രസിഡന്റ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ബാക്കിയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിലും പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന നിലയ്ക്കാണ്. അത് വളരെ മോശമായ കാര്യമാണ്. ഇത് വളരെ ഗുരുതരമായ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റ് ബാങ്കുകളിൽ CPM ഭരിക്കുന്ന ബാങ്കുകളിലൊക്കെ ഇതേപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും വെട്ടിപ്പിൻ്റെ കാര്യത്തിലാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മളുടെ കാര്യത്തിലെങ്കിലും വളരെ കൃത്യമായ നിലപാടിലേക്ക് പോകണ്ടേ? അത് പോകാതിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് ഏറ്റവും തമാശയായി തോന്നിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്നെ പേടിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട. എന്താണ് പേടിപ്പിക്കുന്നത്? ഈ കാശ് കിട്ടണം, തിരിച്ചു കിട്ടണം എന്ന് പറയുന്നത് പേടിപ്പിക്കലാണോ? അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുന്നു പറയുന്നതാണ് കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാണാതെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ശരി, ഇത് വളരെ കൃത്യമായിട്ടും പ്രതിപക്ഷ നേതാവാണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി. Debate with Smriti Parathikkad.